ഹലോ ഫ്രണ്ട്സ്, 2025 എന്ന വർഷം അവസാനിക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ 2025 ഇറങ്ങിയ സിനിമകളുടെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ 2025 ഇറങ്ങിയ എല്ലാ സിനിമകളുടെ അനാലിസിസ് വീഡിയോയും ഇന്നിടുന്നതല്ല. കാരണം അത് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ 2025 100 കോടി തൊട്ട് മുകളിൽ നേടിയ സിനിമകളെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഏറ്റവും ചെറിയ 100 കോടി തൊട്ട് മുകളിലേക്ക് നേടിയ സിനിമകളെ ആയിരിക്കും ആദ്യം പറഞ്ഞു പോവുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്യുക. എന്നാലേ ഞാൻ അയക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ 100 കോടി കയറാൻ സാധ്യതയുള്ള സിനിമകളും ഈ വീഡിയോയിലൂടെ നമ്മൾ എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോകാം. All the best. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമയാണ് മോഹൻലാൽ നായകനായ ഹൃദയപൂർവ്വം എന്ന സിനിമ. ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി ആയിട്ട് പോലും സിനിമയ്ക്ക് 100 കോടി എന്ന നേട്ടം ലഭിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളത്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ സത്യനന്ദിക്കാട് ഒരുമിച്ച് വരുന്നു എന്നുള്ളത് കൊണ്ടും ഒരു മോഹൻലാലിന്റെ പടത്തിന് പോസിറ്റീവ് ആയതുകൊണ്ടും തന്നെ 2025 എന്ന വർഷത്തിൽ 100 കോടിയായി ഹൃദയപൂർവ്വം എന്ന സിനിമ മാറിയെന്ന് വേണം നമ്മൾ പറയാൻ. അപ്പോൾ നമ്മുടെ ഹൃദയപൂർവ്വം എന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത് 100 കോടി 20 ലക്ഷം രൂപയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഹൃദയപൂർവ്വം എന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 100 കോടി നേടിയത്. അടുത്ത സിനിമ എന്ന് പറയുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയാണ്. ഈ സിനിമ വളരെയേറെ മോഹൻലാലിന്റെ സിനിമയിൽ വളരെയേറെ ഹെവി പോസിറ്റീവ് ലഭിച്ച പടമാണ് തുടരും എന്ന സിനിമ. അതുകൊണ്ട് തന്നെയാണ് തുടരും എന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 233 കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ലഭിച്ച കളക്ഷൻ. അപ്പോൾ തുടരും മോഹൻലാലിന്റെ തന്നെ രണ്ടാമത്തെ സിനിമയാണ് 100 കോടിക്ക് മുകളിൽ 2025 എന്ന ഈ വർഷത്തിൽ തന്നെ ലഭിക്കുന്നത്. അപ്പോൾ ലിസ്റ്റിൽ മോഹൻലാലിന്റെ 2 സിനിമകളായി 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഇതിലുണ്ടോ എന്ന് കമന്റിൽ ഒന്ന് പറയണമേ. നമ്മുടെ അടുത്ത 100 കോടി സിനിമയും ലാലേട്ടന്റെ സിനിമ തന്നെയാണ് എമ്പുരാൻ L2. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി വന്ന ഈ സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വൻ ഹൈപ്പാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ സിനിമയുടെ ബുക്ക് മൈ ഷോയിൽ റെക്കോർഡ് കണക്കിനാണ് ടിക്കറ്റുകൾ വിറ്റുപോയത്. ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വിറ്റുപോയത് കൊണ്ടൊക്കെ തന്നെ 2 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമ വേൾഡ് വൈഡ് ആയി 100 കോടി എന്ന നേട്ടം ഒരു മലയാള സിനിമ ഒരു സിമ്പിളായി കൈവരിച്ചതെന്ന് വേണം പറയാൻ. പക്ഷേ സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. കാരണം കുറച്ചാൾക്കാർ സിനിമ നല്ലതാണെന്നും കുറച്ചാൾക്കാർ സിനിമ മോശമാണെന്നും ആവറേജ് ആണെന്നും ഒക്കെ പറഞ്ഞത് കൊണ്ടും എന്നിട്ടും സിനിമ നേടിയത് 266 കോടിയോളം രൂപയാണ് സിനിമ നേടിയത്. അപ്പോൾ ഈ സിനിമയെ ഇത്ര കളക്ഷൻ നേടാനുള്ള കാരണം ഒറ്റ ഉത്തരമേ ഉള്ളൂ: വിവാദം. വിവാദം കാരണം കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ നേടിയതെന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം ഈ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് ന്യൂസ് ചാനലുകളിലുമൊക്കെ ഈ സിനിമയുടെ വിവാദമാണ്. അപ്പോൾ ആളുകൾ ഈ സിനിമ എന്തിനാണ് ഇത്ര വിവാദം ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടി കുറേ പേർ സിനിമ കാണാൻ പോയി. അതുകൊണ്ടൊക്കെ തന്നെ ഈ സിനിമയ്ക്ക് ഇത്ര കളക്ഷൻ വന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സിനിമ എന്ന് പറയുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഒരു ലോ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു ലോക എന്ന സിനിമ. ഈ സിനിമയ്ക്ക് ഇത്ര ലോ ഹൈപ്പിൽ വന്നത് കൊണ്ടൊക്കെ തന്നെ ആദ്യ ദിവസം തന്നെ നല്ല രീതിക്കത്തെ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ റീച്ച് ലഭിച്ചു എന്ന് വേണം പറയാൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമ മലയാളത്തിലെ ഏറ്റവും ചരിത്രപരമായ നമ്പർ കോടിയിലേക്ക് എത്തിയത്. അങ്ങനെ പറയാനുള്ള കാരണം ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയത് 300 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. ഒരു കല്യാണി പ്രിയദർശൻ എന്ന നായികയ്ക്ക് ആണ് മലയാളത്തിലെ ആദ്യത്തെ 300 കോടി എന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി 100 കോടി നേടാൻ സാധ്യതയുള്ള സിനിമകളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത് ദിലീപിന്റെ ബബ്ബബ്ബ. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയ്ക്കാണ് അടുത്ത 100 കോടി സാധ്യതയുള്ള സിനിമയായി പറയുന്നത്.
അടുത്തത് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയും ഒരു പോസിറ്റീവ് ലഭിക്കുകയാണെങ്കിൽ 100 കോടി നേടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്ത സിനിമ പൃഥ്വിരാജിന്റെ വിലായത്ത് പുത്ത എന്ന സിനിമയാണ്. ഒരു പുഷ്പ റെഫറൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് ഒരു ഹെവി പോസിറ്റീവ് വന്നാൽ 100 കോടി നേടാൻ നല്ല രീതിക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും இந்த வாட்டி மிஸ்ஸே ஆகாது. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ?